സുജിത് ദാസിന് ക്ലീൻ ചീറ്റ് നൽകിയത് തന്റെ ഭാഗം കേൾക്കാതെയാണെന്ന് PV അൻവർ. പരാതിക്കാരനെന്ന നിലയ്ക്ക് തന്റെ മൊഴിയെടുക്കുകയോ അതിന് നോട്ടീസ് നൽകുകയോ ചെയ്തിട്ടില്ല. ഫോൺ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. തെളിവ് നശിപ്പിക്കുമെന്നതിനാലാണ് താൻ ഫോൺ നൽകാതിരുന്നത്. സുജിത് ദാസിന്റെ രക്തത്തിൽ കള്ളത്തരം അലിഞ്ഞു ചേർന്നതാണ്. സംഭവത്തിൽ തുടർ നടപടിക്കായി കോടതിയെ സമീപിക്കുമെന്നും PV അൻവർ പറഞ്ഞു. അത് പച്ചക്കള്ളമാണ്. ഫോൺ ഞാൻ ഹാജരാക്കിയിട്ടില്ല. ഫോൺ ഹാജരാക്കണമെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് എടുക്കണം. അവർ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കവറിലാക്കി കൊണ്ടു കൊടുക്കേണ്ട ഫോണല്ല. സർക്കാർ ക്യാമ്പ് ഹൗസിൻ്റെ മുറ്റത്തുനിന്ന് മുറിച്ച് ഫർണിച്ചർ ഉണ്ടാക്കണമെന്നൊരു വ്യക്തിക്ക് തോന്നണമെങ്കിൽ എത്രത്തോളം തരം താഴ്ന്ന മാനസികാവസ്ഥയാണ് ഈ വ്യക്തിക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് ഇവിടെ അവസാനിക്കുന്നില്ല. ഈ പോരാട്ടം ഇവിടെ തുടങ്ങുകയാണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ ഇവർ റിപ്പോർട്ടിൻ്റെ കോപ്പി നമുക്ക് തരട്ടെ. 1.25 കൊല്ലമുണ്ടായ സംഭവം, ഈ ഫോൺ കോളിൻ്റെ ഈ അന്വേഷണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം, ഒരു ഗവൺമെൻറ് അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേരളത്തിൽ അത് പുറത്തേക്ക് വിടുന്നത്. അത് തന്നെ കള്ളത്തരല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും റിപ്പോർട്ട് കിട്ടിയാൽ നമ്മൾ കോടതിയെ സമീപിക്കും. അതല്ലാതെ വേറൊരു മാർഗ്ഗം എന്നെ സംബന്ധിച്ചില്ല.